ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുള്ള മൂന്നാമത്തെ പാർട്ടാണിത്. ഇതിലൊരു 14 ഫ്രേസൽ വെർബുണ്ട്. ഒരു ഫ്രേസൽ വെർബ് ഉപയോഗിച്ചിട്ട് 14 ഫ്രേസൽ വെർബ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ കഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. റിപ്പീറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫ്രേസൽ വെർബുകളെല്ലാം സ്വായത്തമാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് കഥ തുടങ്ങാം. എ മോറൽ സ്റ്റോറി വിത്ത് ഫ്രേസൽ വെർബ്സ്. സുഹൃത്തുക്കളെ, ഈ സ്റ്റോറിക്ക് വേണ്ട ഫ്രേസൽ വെർബ്സുകളാണിത്. സെറ്റ് ഔട്ട് പുറപ്പെടുക, ആരംഭിക്കുക. ഗോ ഇൻ അകത്ത് കയറുക. ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക, മനസ്സിലാക്കുക. ടേൺ അവേ തിരിഞ്ഞു പോവുക, നിരസിക്കുക. ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, ശ്രമം നിർത്തുക. ലുക്ക് ആഫ്റ്റർ പരിചരിക്കുക, പരിപാലിക്കുക. ചിയർ അപ്പ് ആശ്വസിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. പിക്കപ്പ് മെച്ചപ്പെടുക, വീണ്ടെടുക്കുക. ഗെറ്റ് ബാക്ക് തിരികെ നേടുക, മടങ്ങി വരിക. ജോയിൻ ഇൻ ചേർന്ന് പങ്കെടുക്കുക. ലെൻഡ് എ ഹാൻഡ് സഹായിക്കുക, കൈ കൊടുക്കുക. റാപ്പ് അപ്പ് അവസാനിപ്പിക്കുക. വൺ ഡേ സുരേഷ് സെറ്റ് ഔട്ട് ടു ഹെൽപ്പ് ഹിസ് നെയ്ബർ ഹൂ വാസ് ഫീലിംഗ് ലോൺലി. ഒരു ദിവസം ഒറ്റപ്പെട്ടതായി അനുഭവപ്പെട്ടിരുന്ന അയൽവാസിയെ സഹായിക്കാൻ സുരേഷ് പുറപ്പെട്ടു. വെൻ ഹി വെൻ ഇൻ ടു ദ നെയ്ബേഴ്സ് ഹൗസ് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് സിക്ക്. അയൽവാസിയുടെ വീട്ടിൽ അകത്ത് കയറിയപ്പോൾ ആ വൃദ്ധൻ രോഗിയായിരിക്കുന്നതായി അവൻ കണ്ടെത്തി. സുരേഷ് ഡിഡ് നോട്ട് ടേൺ അവേ ഓർ ഗിവ് അപ്പ്. സുരേഷ് തിരിഞ്ഞു പോവുകയോ നിരാശപ്പെടുകയോ ചെയ്തില്ല. ഇൻസ്റ്റെഡ് ഹി ലുക്ക്ഡ് ആഫ്റ്റർ ദ ഓൾഡ് മാൻ ആൻഡ് cheered ഹിം അപ്പ് വിത്ത് കൈൻഡ് വേർഡ്സ്. പകരം അവൻ ആ വൃദ്ധനെ പരിപാലിച്ചു, സ്നേഹമുള്ള വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. സീയിങ് ദിസ് അതേഴ്സ് ജോയിൻഡ് ഇൻ ആൻഡ് ലെൻഡ് എ ഹാൻഡ് ടു ഹെൽപ്പ്. ഇത് കണ്ടപ്പോൾ മറ്റുള്ളവരും ചേർന്ന് സഹായിക്കാൻ കൈ കൊടുത്തു. ബൈ ഈവനിങ് സുരേഷ് റാപ്ഡ് അപ്പ് ഹിസ് വർക്ക് ആൻഡ് വാക്ക്ഡ് അവേ വിത്ത് എ പീസ്ഫുൾ ഹാർട്ട്. വൈകുന്നേരത്തോടെ സുരേഷ് തൻ്റെ ജോലി അവസാനിപ്പിച്ചു, മനസ്സമാധാനത്തോടെ തിരിച്ചുപോയി. മോറൽ: ഹെൽപ്പിംഗ് അതേഴ്സ് മേ സീൻ സ്മോൾ ബട്ട് ഇറ്റ് ക്യാൻ ബ്രിങ് ബാക്ക് ഹാപ്പിനെസ് ആൻഡ് സ്പ്രെഡ് ഔട്ട് കൈൻഡ്നെസ് എവ്രിവർ. മറ്റുള്ളവരെ സഹായിക്കുന്നത് ചെറിയ കാര്യമെന്ന് തോന്നാമെങ്കിലും അത് സന്തോഷം തിരികെ കൊണ്ടുവരികയും സ്നേഹം എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനെ ഫ്രേസൽ വെർബ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നുള്ളൂ, ചെറിയ ചെറിയ കഥകളിലൂടെ. ഒരുപാട് ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ വിഷമിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഫ്രേസൽ വെർബ് നമ്മളെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കഥകളിലൂടെ നമുക്ക് ഫ്രേസൽ വെർബ് പഠിച്ചെടുക്കാം. ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഫ്രേസൽ വെർബ് നിങ്ങളുടെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.